വാർത്തകൾ വിശദമായി നോക്കാം. IAS ഉദ്യോഗസ്ഥരായ ബി അശോകിന്റെയും എൻ പ്രശാന്തിന്റെയും സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചു. ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും. പ്രശാന്ത് സർവീസിൽ തിരികെ എത്തുന്നത് 2 വർഷത്തിന് ശേഷമാണ്. ബി അശോക് 1.5 മാസത്തോളമായി സസ്പെൻഷനിൽ തുടരുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, മുൻ സർക്കാരിനെയും ചീഫ് സെക്രട്ടറിയെയും വിമർശിച്ചതിന്റെ പേരിലായിരുന്നു ഇരുവർക്കും സസ്പെൻഷൻ ഉണ്ടായിരുന്നത്. അതിപ്പോൾ പിൻവലിക്കാനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? പിണറായി സർക്കാരിനെതിരെ തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു 2 വർഷം മുമ്പ് എൻ പ്രശാന്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നീട് ഒരു തവണ സസ്പെൻഷൻ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് വീണ്ടും സസ്പെൻഷൻ ഉത്തരവ് ഇറക്കുന്ന സാഹചര്യമാണ് നേരത്തെ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ബി അശോകിനെതിരെ ഈ 1.5 മാസം മുമ്പ്, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ ബി അശോകിനെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്ന് സർക്കാർ ഉത്തരവിട്ടത്. ആ തീരുമാനമാണ് UDF സർക്കാർ അധികാരത്തിലെത്തി 1 മാസം പിന്നീട് മുമ്പ് തന്നെ തിരുത്തുന്നത്. ഇരുവരുടെയും സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഫയലിൽ മുഖ്യമന്ത്രി VD സതീശൻ ഒപ്പുവെച്ചതായാണ് വിവരം. വൈകാതെ തന്നെ ഉത്തരവ് പുറത്തിറങ്ങും. അങ്ങനെയെങ്കിൽ 2 വർഷത്തിന് ശേഷം എൻ പ്രശാന്തും 1.5 മാസത്തിന് ശേഷം ബി അശോകും വീണ്ടും സർവീസിലേക്ക് എത്തുകയാണ്. ഇനി ഇവരെ തന്ത്രപ്രധാനമായ ഏതെങ്കിലും വകുപ്പുകളുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിക്കുമോ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത്തരമൊരു തീരുമാനം കൂടി UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അത് രാഷ്ട്രീയമായി LDFന് കൊടുക്കുന്ന ഒരു മറുപടി കൂടിയായി മാറും. അത്തരത്തിൽ ഏത് തീരുമാനത്തിലേക്കാണ് ഇനി സർക്കാർ കടക്കുന്നത് എന്നതിലാണ് ഒരു വ്യക്തത വരാനുള്ളത്. നേരത്തെ UDF സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ഈ 2 IAS ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിക്കും എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അത് ഉടൻ തന്നെ സംഭവിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. 3 ആഴ്ചകൾക്ക് ശേഷമാണ് സർക്കാർ അധികാരമേറ്റ് 3 ആഴ്ചകൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ അതിന്റെ ഉത്തരവ് കൂടി ഔദ്യോഗികമായി പുറത്തിറക്കും. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.